കരൂർ ദുരന്തത്തിൽ വിജയ് നേരത്തെ നൽകിയ പല മൊഴികൾക്കും വ്യക്തത വേണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് CBI അദ്ദേഹം ഡൽഹി ആസ്ഥാനത്തേക്ക് വിജയ് വിളിച്ചിരിക്കുകയാണ്. ഇന്ന് 11 മണിക്ക് ഹാജരാക്കാനാണ് നിർദ്ദേശം. അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. അച്യുതൻ, ശരിക്കും മൊഴിയെടുക്കുകയാണോ, ചോദ്യം ചെയ്യലാണോ, എന്താണ് വിജയ്ക്ക് അവിടെ നേരിടേണ്ടി വരിക? ഗുഡ് മോർണിംഗ്. SKN കരൂർ ദുരന്തത്തിൽ വിജയുടെ മൊഴി രേഖപ്പെടുത്തുക തന്നെയായിരിക്കും ഇന്നും ഉണ്ടാവുക. പക്ഷേ അതിൽ കഴിഞ്ഞ തവണ നൽകിയ മൊഴിയിൽ ചില വ്യക്തതകളായിരിക്കും ഇത്തവണ CBI വിജയോട് തേടുക. അതിൽ പ്രധാനപ്പെട്ടത് ഈ 7 മണിക്കൂർ വേദിയിൽ വൈകിയെത്തിയതിൻ്റെ കൃത്യമായ കാരണം എന്താണ് എന്ന സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത CBI ഇന്ന് വിജയിൽ നിന്നും തേടും. മറ്റൊന്ന്, ഈ അപകടം തിരിച്ചറിഞ്ഞിട്ടും പ്രസംഗം തുടർന്നത് എന്തുകൊണ്ട്, അതിനുള്ള കൃത്യമായ കാരണം എന്ത് എന്നത്. മാത്രമല്ല, ഇതിൽ TVK ചില ഗൂഢാലോചനകൾ ആരോപിക്കുന്നുണ്ട്. കാരണം ഇതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിലും TVK പറഞ്ഞത് ഈ അതായത് സെന്തിൽ ബാലാജിയുടെ സാന്നിധ്യം, ഒപ്പം തന്നെ ഈ പോസ്റ്റ്മോർട്ടം അതിവേഗത്തിൽ നടത്തി എന്നുള്ളതടക്കം, രാത്രി അതിവേഗത്തിൽ 30ഓളം മൃതദേഹങ്ങളുടെ പോസ്റ്റ്മോർട്ടം നടത്തിയെന്നുള്ള ആരോപണങ്ങൾ TVK ഉന്നയിച്ചിരുന്നു. അപ്പോൾ ഈ ദുരന്തത്തിൽ ഗൂഢാലോചന ഉന്നയിക്കാനുള്ള ആരോപണങ്ങൾ, ഈ ദുരന്തത്തിനുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ച ആരോപണങ്ങൾക്ക് പിന്നിലെ കാരണം, അങ്ങനെ സംശയിക്കാനുള്ള കാരണം എന്താണ് എന്ന സംബന്ധിച്ചുള്ള കാര്യങ്ങളും ഇന്ന് വിജയിൽ നിന്ന് CBI തേടും എന്നാണ് അറിയാൻ കഴിയുന്നത്. 11 മണിയോടുകൂടിയായിരിക്കും വിജയ് ഇന്ന് CBI ആസ്ഥാനത്ത് എത്തുക. തുടർന്നായിരിക്കും ഈ മൊഴികളിൽ ഇന്ന് ഈ വ്യക്തത തേടുക. കഴിഞ്ഞ തവണ 90 ചോദ്യങ്ങൾ അടങ്ങിയ ബുക്ക്ലെറ്റ് ആയിരുന്നു വിജയ്ക്ക് CBI നൽകിയത്. അത് സ്റ്റെനോഗ്രാഫറുടെ സഹായത്തോടു കൂടിയാണ് വിജയ് ആ മൊഴികൾ ഇംഗ്ലീഷിൽ നൽകിയത്. തുടർന്ന് ആ മൊഴി വായിച്ച ശേഷം ഒപ്പിട്ട് നൽകുകയും ചെയ്തു. ഇന്ന് വീണ്ടും CBI ആസ്ഥാനത്തേക്ക്, CBIയുടെ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് എത്തുമ്പോൾ വിജയെ സംബന്ധിച്ച് നിർണായകമാണ്, TVK സംബന്ധിച്ച് നിർണായകമാണ്. വിജയ് നൽകുന്ന ഓരോ മൊഴിയും ഈ കരൂർ ദുരന്തവുമായി ബന്ധപ്പെട്ട കേസിനും ഏറെ നിർണായകമാണ്. SKN. ഓക്കെ, താങ്ക് യു. നമുക്ക് എന്തായാലും 11 മണിയോടെ അറിയാം കൂടുതൽ വിവരങ്ങൾ. അപ്പോൾ അച്യുതൻ വീണ്ടും നമുക്കൊപ്പം ചേരും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.